നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് ക്രൈംബ്രാഞ്ച് മടക്കി കിട്ടുന്നു. നേരത്തെ മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിച്ച 2 യുവതികൾ തങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തി. ഏറ്റവും ശക്തമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ച ട്രാൻസ് വുമൺ അവന്തിക ഇത് സംബന്ധിച്ച മൊഴി നൽകാൻ പോലും തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളുമായി ആദ്യം രംഗത്തെത്തിയത് ഒരു നടി റിനി ആൻ ജോർജ് ആണ്. നടിയോട് വിശദമായ മൊഴിയും നിയമ നടപടികൾക്കുള്ള പരാതിയും നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ അത്തരം നിയമ നടപടികൾക്ക് തനിക്ക് താല്പര്യമില്ല എന്ന് നടി ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു. രാഹുലിനെതിരെയുള്ള ഏറ്റവും ശക്തമായ നീക്കം ക്രൈംബ്രാഞ്ച് നടത്തിയത് ബംഗളൂരു കേന്ദ്രീകരിച്ചാണ്. ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിൽ നിന്ന് ലഭിച്ച ഗർഭചിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ ഗർഭചിത്രം സംബന്ധിച്ച ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ചില പരിശോധനകൾ ക്രൈംബ്രാഞ്ച് നടത്തി. തുടർന്ന് ഒരു യുവതിയുമായി ക്രൈംബ്രാഞ്ച് ബന്ധപ്പെട്ടുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. എന്നാൽ ഈ വിഷയത്തിൽ തനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് യുവതി ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു. മൊഴിയുമില്ല, പരാതിയുമില്ല എന്നതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് സംഘം അതിവിദഗ്ധമായി ബംഗളൂരു ആശുപത്രിയിൽ നിന്ന് സംഘടിപ്പിച്ച ഗർഭചിത്ര രേഖകൾക്കും ഇനി വിലയില്ല. രാഹുലിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന 2 പേർക്കും രാഹുലിനെതിരെ നിയമ നടപടികൾക്ക് താല്പര്യമില്ല. മറുവശത്ത് ശബ്ദരേഖയിലുള്ള യുവതിക്കും ഇത് സംബന്ധിച്ച നിയമ നടപടികളോട് താല്പര്യമില്ല. വെറും കേട്ടുകേൾവിക്കാരുടെ പരാതികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് രാഹുലിനെതിരെ കേസുമായി ക്രൈംബ്രാഞ്ച് സംഘം നീങ്ങിയത്. ഇനി ഈ കേസുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം ഇക്കാര്യം ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥരെ അറിയിച്ചു കഴിഞ്ഞു. ഇരകളെല്ലാം കേസിനോട് വിമുഖത കാട്ടുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ഇനി ബംഗളൂരു ആശുപത്രിയിൽ നിന്ന് ഗർഭചിത്ര രേഖകൾ സംഘടിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കഴിഞ്ഞാലും ഈ കേസിന് വലിയ നിലനിൽപ്പില്ല. കാരണം ഇരയുടെ മൊഴി അനിവാര്യമാണ്. ബംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്ന് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചു എന്ന വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസം വളരെ ശക്തമായി പുറത്തു വന്നിരുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണങ്ങൾക്ക് വിപുലമായ സംഘം ബംഗളൂരുവിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ആർക്കും പരാതിയില്ല എന്ന വസ്തുത ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കുന്നത്. 2 യുവതികളാണ് ഗർഭചിത്രത്തിന് വിധേയരായത് എന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വാർത്തകൾ. ഇത് സംബന്ധിച്ച സൂചനകൾ ക്രൈംബ്രാഞ്ച് നൽകി എന്ന തലത്തിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇത്തരമൊരു വാർത്ത നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇരകളിൽ ഒരാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് ബംഗളൂരുവിലെ ആശുപത്രിയിൽ വച്ചായിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ കണക്കുകൂട്ടലുകൾ എല്ലാം പാളുന്ന കാഴ്ചയാണ് മറുവശത്ത്. ഇപ്പോഴിതാ രാഹുലിനെതിരെ മൊഴി കൊടുപ്പിക്കാൻ മറ്റൊരു തീവ്ര ശ്രമം തിരുവനന്തപുരത്ത് നടക്കുന്നു. ഒരു 60-കാരിയെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ മൊഴി നൽകാനാണ് ചിലരുടെ ശ്രമം. രാഹുലിനെതിരെ ഏതെങ്കിലും ഒരു യുവതി പരാതിയോ മൊഴിയോ നൽകിയിരുന്നുവെങ്കിൽ ശക്തമായി കേസന്വേഷണവുമായി മുന്നോട്ടു പോകുകയായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ ലക്ഷ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നിയമ നടപടികൾ പ്രഖ്യാപിക്കുന്നതും തുടർന്ന് ക്രൈംബ്രാഞ്ചിനെ ഇത്തരമൊരു കേസന്വേഷണത്തിന് ചുമതലപ്പെടുത്തുന്നതും. എന്നാൽ തുടക്കം മുതൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പാളിപ്പോകുന്ന കാഴ്ച. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ സമീപിക്കണമെന്ന സൂചനകൾ ആദ്യം തന്നെ അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു. ഇത് സംബന്ധിച്ച വിശദമായ പത്രവാർത്തകളാണ് ആദ്യം പുറത്തേക്ക് വിട്ടത്. കേരളത്തിൽ വ്യാപകമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനം നടത്തിയെന്നും നിരവധി ഇരകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് എന്നും ഭരണതലത്തിലുള്ളവർ തന്നെ പ്രചരിപ്പിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് മനസ്സിലാക്കിയ CPM ഇന്നലെ തന്ത്രപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. CPMന്റെ പ്രമുഖ നേതാവ് MV ജയരാജൻ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ചില വിശദീകരണങ്ങൾ നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് ഒരു കാണ്ടാമൃഗത്തിൻ്റെ തുല്യാണ്. തിരുവനന്തപുരം മൃഗശാലയിലുള്ള കാണ്ടാമൃഗത്തേക്കാൾ കട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ പീഡിപ്പിച്ചതത്രയും കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരെയാണ് എന്നും MV ജയരാജൻ തട്ടിവിട്ടിയിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം പാളുമെന്ന് മനസ്സിലാക്കിയ MV ജയരാജൻ ഈ പ്രശ്നങ്ങൾ അത്രയും കോൺഗ്രസിന്റെ തലയിലിടാനുള്ള ശ്രമമാണ് ഇന്നലെ നടത്തിയത്. അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയുമൊക്കെ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നുവെന്നാണ് CPM പറയുന്നത്. എന്നാൽ മറുവശത്ത് ഇത് സംബന്ധിച്ച സൂചനകളൊന്നും ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പക്കലില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇരകളാരും ഇതുവരെ ക്രൈംബ്രാഞ്ച് സംഘത്തിനെ സമീപിച്ചിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കെ എന്തിനാണ് ഇത്തരമൊരു കേസന്വേഷണവുമായി കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് സംവിധാനം ഇറങ്ങിത്തിരിച്ചത് എന്ന ചോദ്യം പ്രസക്തമാകുന്നു.
ഈ കേസുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത മൂന്നാം കക്ഷികൾ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ വളരെ വിചിത്രമായ ഒരു കേസന്വേഷണം. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചതും ഗർഭഛിദ്രത്തിന് വിധേയരാക്കിയതും ആരെയൊക്കെയാണ് എന്ന പൊതുചോദ്യം കേരളത്തിന് മുന്നിലുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. 18നും 60 വയസ്സിനും ഇടയിലുള്ള ഒരു സ്ത്രീയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന തരത്തിലുള്ള ചില സൂചനകൾ ഉൾക്കൊള്ളുന്ന ക്രൈംബ്രാഞ്ച് FIR, അതിവിചിത്രമെന്ന് തോന്നുന്ന അതിലെ വിശദീകരണങ്ങൾ, സ്ത്രീകളെ നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയരാക്കി അവരെ പിന്തുടർന്ന് ശല്യം ചെയ്തു, സ്ത്രീകൾക്ക് മാനസിക വേദന ഇടയാക്കും വിധം പ്രവർത്തിച്ചു തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിവിട്ടത്. ക്രൈംബ്രാഞ്ച് കേസന്വേഷണം അവസാനിപ്പിക്കുന്നതോടെ മാനനഷ്ട കേസുകളുമായി ഇറങ്ങിത്തിരിക്കാനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സംഘം പദ്ധതിയിടുന്നത്. ഇത് സംബന്ധിച്ച വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടികൾ തുടരും എന്ന സൂചന രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ക്യാമ്പ് നൽകുന്നു. തനിക്കെതിരെ അനാവശ്യ ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തിവിട്ടവർക്കെതിരെയും കേസ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേതടക്കമുള്ള ഇപ്പോഴത്തെ നീക്കം. ഇതുവരെ പരസ്യമായൊരു പ്രതികരണത്തിന് രാഹുൽ മുതിർന്നിട്ടില്ല. എങ്കിലും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് മാത്രമല്ല, പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സമയങ്ങളിൽ ഇരകൾക്കും പ്രതികരിക്കാമായിരുന്നില്ലേ എന്ന മറുചോദ്യം ചിലർ ഉയർത്തിവിടുന്നു. ചിലർ പരിഹാസരൂപേണ ആ കാലഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലൊന്ന് ഒച്ച വച്ചിരുന്നെങ്കിൽ ഇത്തരം ഗർഭക്കേസുകൾ ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അന്വേഷണം ചീറ്റിയതോടെ രാഹുലിനെ പാലക്കാട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഇപ്പോഴിതാ കോൺഗ്രസിൻ്റെ പാലക്കാട് ഘടകം രാഹുലിന് അനുകൂലമായി നീങ്ങുന്ന സൂചനകൾ. മറുവശത്ത് രാഹുലിനെതിരെ കട്ടയ്ക്ക് നിലപാടെടുത്ത കോൺഗ്രസ് നേതാക്കൾ പൊതുവെ പ്രവർത്തകരിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന കാഴ്ച. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ എവിടെ, പരാതികൾ എവിടെ, മൊഴി എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇനി കോൺഗ്രസ് നേതാക്കൾ നിർബന്ധിതരാകും. രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റം സംഭവിച്ചുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ ഉടലെടുത്തുവെന്നും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പോലും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി അവലോകനം ചെയ്ത് ബുദ്ധിപൂർവമുള്ള പ്രതികരണങ്ങൾ നടത്തിയാൽ മതി എന്ന് നേതൃതലത്തിൽ ചില ധാരണകളിലുമെത്തി. ഇതുവരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തിയ ഇടതുപക്ഷ നേതാക്കൾ എല്ലാം ഇപ്പോൾ ഊളിയിടുന്ന കാഴ്ചയാണ്. രാഹുലിനെതിരെയുള്ള കേസന്വേഷണം പാളുന്നതോടെ കൂടുതൽ രാഷ്ട്രീയ നേട്ടം കൈവരുത്താനും ഇനി രാഹുലിന് കഴിയും. പാലക്കാട് തൻ്റെ മണ്ഡലത്തിലെത്തിയിട്ട് 20 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച്. ഇപ്പോഴിതാ മണ്ഡലത്തിലെ പ്രതിപക്ഷ സമരങ്ങളൊന്ന് കെട്ടടങ്ങി. മാധ്യമങ്ങളുടെ അനാവശ്യ ആരോപണങ്ങളും ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്നു. മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ടു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളെ ഇപ്പോൾ വാർത്തകൾ തട്ടിക്കൂട്ടി വിടുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. വല്ലാത്ത അവസ്ഥയിലേക്കാണ് ക്രൈംബ്രാഞ്ച് സംഘം പതിച്ചിരിക്കുന്നത്. ഒരു വിചിത്രമായ കേസന്വേഷണവുമായി ഇറങ്ങിത്തിരിച്ച കേരളത്തിൻ്റെ ക്രൈംബ്രാഞ്ചിനെ എടുത്തിട്ട് പരിഹസിക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ. തൊട്ടപ്പുറത്ത് ഇത്തരമൊരു കേസും ഗർഭവും തലയിൽ വെച്ച പിണറായി വിജയനും ആവശ്യത്തിലേറെ ട്രോളുകൾ കിട്ടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.